So hi guys and welcome to today's current affairs top line by Geoid. സോ നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നമ്മുടെ ബ്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ബ്രിക്സ് എന്ന് വെച്ചാൽ മേജർ എമർജിങ് എക്കണോമീസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ബ്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ബ്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് B ഫോർ ബ്രസീൽ, R ഫോർ റഷ്യ, I ഫോർ ഇന്ത്യ, C ഫോർ ചൈന, S ഫോർ സൗത്ത് ആഫ്രിക്ക. സോ ഇതിന് പുറമെ 2024-25 ഈജിപ്തും എത്യോപ്യയും ഇറാനും UAEയും ഇന്തോനേഷ്യയും ബ്രിക്സിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അതുകൊണ്ട് നിർത്തുന്നില്ല. ബ്രിക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി കൂടിയുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കുറച്ച് ആൾക്കാരെയും കൂടി ചേർക്കാനാണ്. സോ അതെല്ലാം നമുക്ക് വഴിയെ പറയാം. സോ 2026 ബ്രിക്സിന്റെ പ്രസിഡൻസി ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. ഓക്കെ, നമ്മളായിരിക്കും ബ്രിക്സ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2026 അറ്റ് എ ടൈം വെൻ ദിസ് ഗ്ലോബൽ ഓർഡർ ഇസ് ചേഞ്ചിങ് റാപ്പിഡ്ലി, റൈറ്റ്? സോ നമുക്കറിയാം ട്രംപിന് ഗ്രീൻലാൻഡ് വേണം എന്നുള്ള ഒറ്റ വാശിയിലാണ് ഇപ്പോൾ ട്രംപ് നിൽക്കുന്നത്. ഓക്കെ, എനിക്കത് കിട്ടിയേ തീരൂ, എനിക്ക് അത് നിങ്ങൾ തരണം എന്നാണ് ട്രംപ് പറയുന്നത്. ദെൻ ഡെൻമാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഞങ്ങളിത് അംഗീകരിക്കില്ല. അതേപോലെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും നമ്മുടെ അമേരിക്കയായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ ബ്രിക്സിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ബ്രിക്സിലുള്ള രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ആ US-ന്റെ ഡോമിനൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബ്രിക്സിലുള്ള ആൾക്കാർ മാത്രമല്ല, ഇപ്പം നമ്മൾ പൊതുവേ ലോകരാജ്യങ്ങളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു US സെൻട്രിക് ഡോമിനൻസിൽ നിന്നും മാറിപ്പോവാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരുപാട് പുതിയ പവേഴ്സ് ഇപ്പോൾ എമേർജ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇന്ത്യ. അതേപോലെ ഡെവലപ്പിംഗ് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഗ്ലോബൽ ഗവർണൻസിൽ തന്നെ വളരെ ഒരു സ്ട്രോങ് വോയിസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ ഇന്ത്യയുടെ ആ ഒരു പ്രസിഡൻസി ഇപ്പോൾ 2026 നമ്മൾ ബ്രിക്സ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രസിഡൻസി ഏറ്റെടുക്കുന്നത് വളരെ ക്രിട്ടിക്കൽ മൊമെന്റിലാണ്, റൈറ്റ്? വളരെ ക്രിട്ടിക്കൽ ജിയോ പൊളിറ്റിക്കൽ മൊമെന്റിലാണ് നമ്മൾ ആ ഒരു പ്രസിഡൻസി നമ്മൾ ഏറ്റെടുക്കുന്നത് 2026. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് ഹൈലി റെലവൻ്റ് ആണ് ഫോർ യുവർ പ്രിലിംസ്, മെയിൻസ്, എസ്സേസ് ആൻഡ് ഓൾ. സോ ബ്രിക്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് മേജർ എമർജിങ് എക്കണോമീസ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ അന്താരാഷ്ട്ര സംഘടനകൾ, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ്, IMF, വേൾഡ് ബാങ്ക്. സോ ഇവിടെ എല്ലാം റിഫോംസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരേ വോയിസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഒരു മൾട്ടിപോളാർ വേൾഡ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ സൗത്ത് ടു സൗത്ത് കോഓപ്പറേഷൻ ബെറ്റർ ആക്കുക, മെയിൻലി വെസ്റ്റേൺ ഡോമിനൻസ് കുറയ്ക്കുക. ഓക്കെ, ഗ്ലോബൽ ഡിസിഷൻ മേക്കിങ്ങിൽ വെസ്റ്റേൺ ഡോമിനൻസ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളതെന്ന് നമുക്ക് പറയാം. സോ ബ്രിക്സിനെ നമുക്ക് അങ്ങനെ വെറുതെ തള്ളിക്കളയാനും പറ്റില്ല. ഓക്കെ, ട്രംപിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള പേടി തന്നെ അതാണ്. ഇതിൽ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്. ഓക്കെ, ഈ ഒരു ബെൽറ്റ് വളർന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വളരെ വലിയൊരു തിരിച്ചടി ആയിരിക്കും എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, സോ ബ്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇതിൽ ഇന്ത്യയും ചൈനയും ഇതിലുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം, അതായത് ഇന്ത്യയും ചൈനയും പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ എല്ലാവരുടെയും കണക്കെടുത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 45% ഓഫ് വേൾഡ് പോപ്പുലേഷനെയാണ് ബ്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 30%, അപ്രോക്സിമേറ്റ്ലി 30% ഓഫ് ഗ്ലോബൽ GDP ആണ് ബ്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ബ്രിക്സിന്റെ ഈ ഒരു പ്രസിഡന്റായിട്ട് 2026 ഇന്ത്യ വരുന്ന സമയത്ത് ഈ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ബ്രസീലിന്റെ കയ്യിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നടത്താമെന്ന് പറയുന്നത്. ഇത് 18ാമത്തെ ബ്രിക്സിന്റെ സമ്മിറ്റാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഇങ്ങനെ നമ്മൾ പ്രസിഡന്റ് ആവുന്നതിലൂടെ വി ക്യാൻ സെറ്റ് ദി അജൻഡാസ്, റൈറ്റ്? സോ നമ്മൾ തീരുമാനിക്കും എന്താണ് ഈ വർഷത്തെ തീം, എന്താണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സെക്ടേഴ്സ് ഏതെല്ലാമാണ്, നമ്മൾ ഡെവലപ്മെന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണോ അതോ നമ്മൾ ഫൈനാൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണോ, ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലീഡേഴ്സ് തമ്മിലുള്ള സമ്മിറ്റും ഈ മിനിസ്റ്റീരിയൽ മീറ്റിംഗ്സ് എല്ലാം തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും. സോ നമ്മളൊരു പാലം പോലെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇന്ത്യ ഈസ് ഗോയിങ് ടു ആക്ട് ആസ് എ ബ്രിഡ്ജ്. ഓക്കെ, ഇന്ത്യയുടെ പൊസിഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഗ്ലോബൽ സൗത്തിന്റെ തന്നെ വോയിസ് ആയിട്ട് മാറാനാണ് ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളൊരു ബാലൻസറാണ്. ഇപ്പൊ ചൈനയും വെസ്റ്റിന്റെ ഇടയിലുള്ള ആ ഒരു ബാലൻസറായിട്ട് നമുക്ക് ഇന്ത്യനെ കാണാൻ പറ്റും. വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നോൺ അഗ്രസീവ് ലീഡറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ബ്രിക്സ് ഏറ്റെടുക്കുന്നത്, അതായത് ഇത് ഹോസ്റ്റ് ചെയ്യുന്നതിലൂടെ വി ആർ സ്ട്രെങ്തനിങ് അവർ ഇമേജ്, അല്ലെ? ഒരു റെസ്പോൺസിബിൾ ഗ്ലോബൽ പവർ എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഇമേജിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ബ്രിക്സ് പ്ലസ് എന്നുള്ള ഒരു പരിപാടി, ആ ഒരു എക്സ്പാൻഷനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അതായത് ബ്രിക്സ് പ്ലസ് ദിസ് റെഫേഴ്സ് ദി എക്സ്പാൻഷൻ ഓഫ് ബ്രിക്സ്. ഓക്കെ, പുതിയ ഡെവലപ്പിംഗ് കൺട്രീസിനെ കൂടി ഇതിൽ ആഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ ആ ഒരു അർത്ഥം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാരെയും ആഫ്രിക്കയിലുള്ള ആൾക്കാരെയും ഇപ്പോൾ ലാറ്റിൻ അമേരിക്ക, ഏഷ്യ,
സോ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ടീമുകളെ എല്ലാം അതിലേക്ക് കൊണ്ടുവരണം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള എക്സ്പാൻഷനിലാണ് സൗദിയും പിന്നെ നമ്മുടെ UAE-യും ഇറാനും ഈജിപ്തും എത്യോപ്യയും എല്ലാം ഇതിലോട്ട് കയറി വന്നത്. സോ മെയിൻലി എന്തിനാണ് ഈ ഒരു എക്സ്പാൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെപ്രസെൻറ്റേറ്റീവ്നെസ് കൂട്ടാനാണ്. ഓക്കെ, ആ ഒരു റെപ്രസെൻറ്റേറ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. മെയിൻലി G7 പോലെയുള്ള വെസ്റ്റേൺ ഡോമിനേറ്റഡ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അവരെ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെയുള്ള ബ്രിക്സ് പോലെയുള്ള പരിപാടികളിലൂടെ നമുക്ക് വെസ്റ്റേൺ ഡോമിനൻസിനെ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു മെയിൻലി ദി എക്സ്പാൻഷൻ ദിസ് ഇസ് ടു റിഫ്ലക്ട് ദി എക്കണോമിക് റിയാലിറ്റീസ് ഓഫ് ദിസ് 21st സെഞ്ചുറി. സോ ഇന്ത്യയുടെ അപ്രോച്ച് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതായത് ഒരു ഇൻക്ലൂസീവ് എക്സ്പാൻഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരെയധികം ജാഗരൂകരാണ്. വി ആർ വെരി കോഷ്യസ്. ഓക്കെ, മെയിൻലി ചൈനയുടെ ഡോമിനൻസിനെ പറ്റിയും ഒരു ആൻറ്റി വെസ്റ്റ് മിലിറ്ററി ബ്ലോക്കുകളെ പറ്റിയും നമ്മൾ വളരെയധികം കോഷ്യസ് ആണ് ഇവിടെ. ഓക്കെ, സോ ഇന്ത്യ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബ്രിക്സ് പ്ലസിലാണ്. ഓക്കെ, ഒരു ഐഡിയോളജിക്കൽ ബ്ലോക്സിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ബ്രിക്സ് പ്ലസിലാണ്. സോ നമ്മൾ ബ്രിക്സിലുള്ള ആൾക്കാരെല്ലാം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു മൾട്ടി പോളാർ വേൾഡാണ്. ഓക്കെ, സോ നമ്മൾ ആഗ്രഹിക്കുന്ന വേൾഡ് എന്ന് പറയുന്നത് വി ആർ ഒരു പവർ എല്ലാവരും കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, മൾട്ടിപ്പിൾ കൺട്രീസ് ആ ഒരു പവർ ഷെയർ ചെയ്യുക. അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള കൺട്രി ഇവിടെ ഡോമിനേറ്റ് ചെയ്യണ്ട. ഓക്കെ, എല്ലാത്തിലും നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട, നമ്മൾ പറയുന്നതും കൂടി നിങ്ങൾ കേൾക്കണം എന്ന് മൈൻഡ് സെറ്റുള്ള ടീമുകളാണ്. ഓക്കെ, സോ ബ്രിക്സ് എപ്പോഴും ഈ ഒരു മൾട്ടി പോളാരിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ടീമുകളാണ്. ഓക്കെ, സോ US ലീഡ് ചെയ്യുന്ന അമേരിക്ക എപ്പോഴും ഒരു യൂണിപോളറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇവരെപ്പോഴും ഈ ഡെവലപ്പിംഗ് കൺട്രീസിനെ എങ്ങനെയൊക്കെ നമുക്ക് തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ് അമേരിക്കയും വെസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ സൗത്തിനൊന്നും നമുക്കൊന്നും ഈ അന്താരാഷ്ട്ര സംഘടനകളിൽ നമ്മുടെ വോയിസിനൊന്നും വലിയ വിലയില്ല. ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ ആണെന്നുണ്ടെങ്കിലും IMF ഏതെങ്കിലും വോട്ടിംഗ് റൈറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ വേൾഡ് ബാങ്കിന്റെ ലീഡർഷിപ്പ് പോലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അമേരിക്ക തീരുമാനിക്കും. ഓക്കെ, അമേരിക്കയും വെസ്റ്റും യൂറോപ്പിലുള്ള ചില ആൾക്കാരും തീരുമാനിക്കും. അതുപോലെ ഇവിടെ എല്ലാവരും ചെയ്താൽ മതി എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത്. സോ നമ്മൾ അതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഓക്കെ, സോ ഇന്ത്യ സ്ട്രോങ്ലി സപ്പോർട്ട് ദിസ് UN റിഫോംസ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിൽ റിഫോംസ് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മളെപ്പോഴും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പിംഗ് നേഷൻസിന് അവരുടേതായിട്ടുള്ള വോയിസ് ഉണ്ട്, അത് നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുത് എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത്. സോ ഒരു റൂൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡറാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് നോട്ട് ഫോഴ്സ്ഡ്. ഓക്കെ, ഒരു ഫോഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള വേൾഡ് ഓർഡർ അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, റൂൾ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. സോ നമുക്കിപ്പോൾ ഈ വെനിസ്വലയിൽ നിന്ന് ട്രംപ് പിടിച്ചിട്ട് പോയല്ലോ അവിടുത്തെ പ്രസിഡന്റിനെ. സോ ഇതെല്ലാം ആ ഒരു ഫോഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വേൾഡ് ഓർഡറിലോട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ മിലിറ്ററി ഉണ്ടോ, ഞങ്ങൾ പറയും കാര്യങ്ങൾ, അത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, സോ ഇന്ത്യയുടെ ഈ ഒരു പ്രസിഡൻസി ദിസ് വിൽ സ്ട്രെങ്തൻ ഇറ്റ്സ് ക്ലെയിം ആസ് എ ഫ്യൂച്ചർ ഗ്ലോബൽ റൂൾ മേക്കർ. ഓക്കെ, റൂൾ ടേക്കർ അല്ല, നമ്മൾ റൂൾ മേക്കർ ആവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ അതേപോലെ നമ്മൾ ഈ ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റിയിട്ടും കൂടി നമ്മളിവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബ്രിക്സിന്റെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് ഡോളറൈസേഷൻ ആണ്. സോ എന്താണ് ഡോളറൈസേഷൻ എന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഡോളറിന്റെ മേലെയുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, എസ്പെഷ്യലി ഇപ്പോൾ ട്രേഡിലും റിസർവ്സിലും ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിലും ഒക്കെ ഡോളറിനെ അങ്ങോട്ട് ഒഴിവാക്കുക. നമ്മൾ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഡോളറിന്റെ വില പോവും. ഓക്കെ, സോ എന്തിനാണ് രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് അമേരിക്കയുടെ സാങ്ഷൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ, അപ്പൊ US സാങ്ഷൻസ് വെപ്പണൈസ് ദി ഡോളർ. ഓക്കെ, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അമേരിക്ക ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് മേലെ കൊണ്ടുപോയി സാങ്ഷൻ വെക്കും. ഓക്കെ, സോ ഈ ഒരു ഡോളറിന്റെ വൊളാറ്റിലിറ്റി ഉണ്ടല്ലോ, ഇത് ഡെവലപ്പിംഗ് ഇക്കണോമീസിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതും ഒരു പ്രശ്നമാണ്. പിന്നെ ഈ ഒരു എക്സസീവായിട്ട് നമ്മൾ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ തന്നെ രാജ്യത്തിന്റെ കറൻസിയെ നമ്മൾ ഒട്ടും വിലയില്ലാതെ കാണുന്നത് പോലെയാണല്ലോ, ഒരു എക്കണോമിക് സോവറൈനിറ്റിയെ റിഡ്യൂസ് ചെയ്യുന്നത് പോലെയാണ്. സോ ഈ ബ്രിക്സിന്റെ ഇനീഷ്യേറ്റീവ്സ്, നമ്മൾ ഡോളറൈസേഷന്റെ കാര്യം പറയുമ്പോൾ ബ്രിക്സിന്റെ ഇനീഷ്യേറ്റീവ്സിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ലോക്കൽ കറൻസീസിൽ ട്രേഡ് ചെയ്യാനാണ് ബ്രിക്സ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അതിനെ സ്ട്രെങ്തൻ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റംസ് അത് ഏതൊക്കെ ഉണ്ടോ അതിനെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്.
സോ ഇന്ത്യ വളരെ കോഷ്യസ് ആണ് ഈ ഒരു അപ്രോച്ചിൽ. ഇന്ത്യ വളരെ കോഷ്യസ് ആണ്. സോ നമ്മളൊരു ടോട്ടൽ റിജക്ഷൻ അല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു ഓവർ ഡിപ്പെൻഡൻസ് ഡോളറിനെ മേലെ കുറയ്ക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി നമുക്ക് ഡോളറിനെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അതിൽ കുറേ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു റുപ്പി ട്രേഡ് സെറ്റിൽമെന്റും ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരുപാട് ഡോളറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സഡൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇടിയും. റൈറ്റ്. സോ ഇന്ത്യ ബാലൻസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ഇക്കണോമിക് റിയലിസത്തിനെ ആ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി ആയിട്ട് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. സോ ബ്രിക്സിലും നമുക്ക് ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേറെ കുറച്ച് ചാലഞ്ചസും കൂടി ഉണ്ട്. ഓക്കെ, ചൈനയുടെ ഡോമിനൻസ് ബ്രിക്സിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചൈനയുടെ എക്കണോമി നമുക്കറിയാം, ഇറ്റ് ഈസ് മച്ച് ലാർജർ. റൈറ്റ്. സോ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഒരു ചൈന സെൻട്രിക് ആവരുത് ബ്രിക്സ് ഒരിക്കലും. ഇതിപ്പോ ചൈന പറയുന്നത് എല്ലാവരും ബ്രിക്സിൽ കേൾക്കണം എന്നുള്ള ഇതിലോട്ടൊന്നും പോകരുത്. സോ ഇന്ത്യ അത് പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, അത് ചൈന സെൻട്രിക് ആവുന്നത് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. അതേപോലെ തന്നെ ബ്രിക്സിലുള്ള രാജ്യങ്ങളുടെ കാര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം വേറെയാണ്, നമ്മുടെ ഫോറിൻ പോളിസീസ് വേറെയാണ്, നമ്മുടെ സ്ട്രാറ്റജിക് പ്രയോറിറ്റീസ് വേറെയാണ്. ഓക്കെ, ആ ഒരു ഇന്റേണൽ ഡൈവേഴ്സിറ്റി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒരു വെസ്റ്റേൺ പെർസെപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വെസ്റ്റേൺ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുമായിട്ട് ഉടക്കി നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് ബ്രിക്സിനെ നമ്മൾ എപ്പോഴും നോക്കിക്കാണേണ്ടത് ഒരു റിഫോമിസ്റ്റ് ആയിട്ടാണ്. ഒരിക്കലും ഒരു ആന്റി വെസ്റ്റ് അജണ്ട ഇതിലോട്ട് നമ്മൾ കൊണ്ടുവരരുത്. ഓക്കെ, ആന്റി വെസ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ റിഫോമിസ്റ്റ് പോളിസീസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് അമേരിക്കയ്ക്ക് നമ്മൾ പണി കൊടുക്കണം. അതായിരിക്കണം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ക്വാഡിലാണെന്നുണ്ടെങ്കിലും G20 ആണെന്നുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ആയിട്ട് ഉള്ള ഒരു നല്ലൊരു കോഓപ്പറേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബ്രിക്സും ബ്രിക്സ് പ്ലസും ഡീ ഡോളറൈസേഷനും ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പേപ്പർ 2 വരുന്ന സമയത്ത് ഗവർണൻസ്, ഓക്കെ, ഗ്ലോബൽ ഗവർണൻസിൽ ഇന്ത്യയുടെ റോള്, സൗത്ത് ടു സൗത്ത് കോഓപ്പറേഷൻ, ഡിപ്ലോമസി, ഐ മീൻ മൾട്ടിലാറ്ററൽ ഡിപ്ലോമസി, പിന്നെ എക്കണോമി ആയിട്ട് നമ്മൾ എക്കണോമിക് സോവറിനിറ്റി, കറൻസിയുടെ ഡോമിനൻസ്, ഇതെല്ലാം പേപ്പർ 3 വരും. SACയിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു മൾട്ടിപോളാർ വേൾഡും വെസ്റ്റേൺ ഡോമിനൻസിന്റെ ഡിക്ലൈനും ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇന്ത്യയുടെ ആ ഒരു 2026 നമ്മുടെ ഈ ഒരു പ്രസിഡൻസി ദിസ് ഇസ് നോട്ട് ജസ്റ്റ് സെറമോണിയൽ. ഓക്കെ, ഇത് നമ്മുടെ ആ ഒരു ഗ്ലോബൽ സ്റ്റേച്ചറിനെ കാണിക്കുന്നതാണ്. റൈറ്റ്. അതേപോലെ ആ ഒരു ഗ്ലോബൽ സൗത്തിന്റെ ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കുന്നത് പോലെയാണ് നമ്മളപ്പോൾ ആ ഒരു മൾട്ടി പോളാരിറ്റിയും എക്കണോമിക് റിഫോംസും ഇതിനെയാണ് നമ്മൾ മെയിൻലി നമ്മൾ ഇതിനെയാണ് പുഷ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് കണ്ടെത്താനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മളിത് നേരെ നൈസായിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസിനെ ഇത് വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വളരെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഗവേണൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് വിൽ പ്രൊട്ടക്ട് അവർ സ്ട്രാറ്റജിക് ഓട്ടോണമി. ഓക്കെ, സോ ഇത് ബ്രിക്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.